ഹായ് ഹലോ ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അപ്പോൾ ഞാനിന്ന് പറയാൻ പോകുന്നത് ഇതാണ്ട് ഈ പൈപ്പിനെ പറ്റിയാണ് കേട്ടോ. ഇത് ഈ വണ്ടിയുടെയാണ് കേട്ടോ. ഈ വണ്ടിയുടെ സംഭവമാണ്. അപ്പം എൻ്റെ കൈക്കൊരു ചെറിയ ഓപ്പറേഷൻ ഉണ്ടായിരുന്നു. ഒരു വർഷത്തിന് മുമ്പ് ഒരു ആക്സിഡൻറ്റ് സംഭവിച്ചു. അങ്ങനെ സ്റ്റീൽ ഇട്ടിട്ടുണ്ടായിരുന്നു. ആ സ്റ്റീലൊക്കെ റിമൂവ് ചെയ്ത് റെസ്റ്റിലായിരുന്നു. അപ്പോൾ ഞാൻ ഒരാഴ്ചയ്ക്ക് മുമ്പ് എൻ്റെ വൈഫിൻ്റെ വീട്ടിലോട്ട് പോയി, മാവേലിക്കര. അവിടുന്ന് ഇപ്പം എൻ്റെ വീട്ടിലോട്ട് വന്നിട്ട് ഒരു 2 ദിവസമായതേ ഉള്ളൂ. കഴിഞ്ഞ ദിവസം ഞാൻ എൻ്റെ വണ്ടി 20 ദിവസമായിട്ട് സ്റ്റാർട്ട് ചെയ്യാതെ ഈ ഷെഡിൽ കിടക്കുമായിരുന്നു കേട്ടോ. അപ്പം ഞാൻ വന്നു കഴിഞ്ഞപ്പോൾ അച്ഛൻ എന്നോട് പറഞ്ഞു, എടാ മോനെ വണ്ടി ഒന്ന് സ്റ്റാർട്ട് ചെയ്തിട്ട്, കുറേ ദിവസമായല്ലോ സ്റ്റാർട്ട് ചെയ്തിട്ട് എന്ന് പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞു, ആ ശരി അച്ഛാ, കുറേ ദിവസമായി. അങ്ങനെ ഞാൻ ചാവി എടുത്തുകൊണ്ട് വന്നു, വണ്ടി സ്റ്റാർട്ട് ചെയ്തിട്ടു. ഒരു 5 മിനിറ്റ് സ്റ്റാർട്ട് ചെയ്തു. സ്റ്റാർട്ട് ചെയ്തപ്പം പെട്രോളിൻ്റെ ഭയങ്കര മണം. പെട്രോളിൻ്റെ മണം. വണ്ടിക്ക് ഒരു കുഴപ്പമില്ല. തിരുവനന്തപുരം പോയിട്ട് വന്ന് ഷെഡിൽ കയറ്റിയിട്ടതാണ്. എൻ്റെ കൂട്ടുകാരനായിരുന്നു വണ്ടി ഓടിച്ച് ഷെഡിൽ കയറ്റിയിട്ടതാണ്. ഒരു അന്നേരം ഒരു കുഴപ്പമൊന്നുമില്ലായിരുന്നു. ഒരു കഴിഞ്ഞ ദിവസം ഞാൻ വന്ന് സ്റ്റാർട്ട് ചെയ്തപ്പം പെട്രോളിൻ്റെ ഭയങ്കരമായ മണം. അപ്പം ഞാൻ എന്ത് ചെയ്തു, വണ്ടി അങ്ങ് ഓഫ് ചെയ്തു. ഓഫ് ചെയ്ത് അച്ഛനെ വിളിച്ചു. അച്ഛനെ വിളിച്ചിട്ട്, അച്ഛാ പെട്രോളിൻ്റെ ഭയങ്കര മണം. അച്ഛൻ്റെ ഓട്ടോ ഇവിടെ കിടപ്പുണ്ടായിരുന്നു. ഞാൻ വിചാരിച്ചു ഇനി ഓട്ടോയ്ക്കകത്ത് അച്ഛൻ പെട്രോൾ വല്ലതും മേടിച്ച് വെച്ചിട്ടുണ്ടോ, ഇനി അത് വല്ലതും മറിഞ്ഞു വല്ലതും പോയാന്നോ ഞാൻ അച്ഛനോട് ചോദിച്ചു. അച്ഛൻ പറഞ്ഞു, ഞാൻ പെട്രോളൊന്നും മേടിച്ചിട്ടില്ല. അച്ഛൻ്റെ വണ്ടി ഡീസൽ വണ്ടിയോ, ഓട്ടോറിക്ഷയല്ലേ. അപ്പോൾ ഡീസലിൻ്റെ മണമല്ല, പെട്രോളിൻ്റെ മണമാണ്. ഞാൻ ഇവിടേക്ക് വണ്ടി ചുറ്റും ഒന്ന് നോക്കിയപ്പോൾ പെട്രോളിൻ്റെ മണം അങ്ങ് മാറി. പിന്നെ ഞാൻ പിന്നെ ഒരു 10 മിനിറ്റ് കഴിഞ്ഞ് വീണ്ടും വണ്ടി സ്റ്റാർട്ട് ചെയ്തു. വീണ്ടും സ്റ്റാർട്ട് ചെയ്തപ്പം വീണ്ടും പെട്രോളിൻ്റെ മണം. അങ്ങനെ പിന്നെ ഞാൻ വണ്ടിയുടെ ബോണറ്റ് തുറന്നു. ബോണറ്റ് തുറന്ന് നോക്കിയപ്പം എഞ്ചിനകത്തും ആ ഭാഗത്തെങ്ങും പെട്രോളിൻ്റെ മണവും കാര്യങ്ങളും ഒന്നും വരുന്നില്ല. എനിക്ക് വെപ്രാളമായി. എന്ത് ചെയ്യണം? ഇവിടുന്നാ മണം വരുന്നത്? കത്തുകയോ വല്ലതും ചെയ്ത് കഴിഞ്ഞാൽ വണ്ടിയും കത്തി വീടും കത്തി എല്ലാം കത്തിപ്പോവില്ലേ? അപ്പോൾ അതുകൊണ്ട് ഞാൻ ആകെപ്പാടെ പേടിച്ചു. അപ്പോൾ അച്ഛൻ പറഞ്ഞു, എടാ നിന്റെ കൂട്ടുകാരനെ ഒന്ന് വിളി. ആ വെപ്രാളത്തിൽ കൂട്ടുകാരൻ്റെ പേര് പോലും വരുന്നില്ല. ആരായിരുന്നു ഞാൻ അച്ഛനോട് ചോദിച്ചു. എടാ നിൻ്റെ കൂടെ ഇവിടെ അടുത്തുള്ള എൻ്റെ ഒരു അടുത്ത് ഒരു കൂട്ടുകാരനുണ്ട്, അവന് വർക്ക്ഷോപ്പൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോഴെനിക്ക് ഓർമ്മ വന്നു, അന്ന് അവനെ വിളിക്കാമല്ലോ. അങ്ങനെ നേരെ ഞാൻ അവനെ വിളിച്ചു. അവനെ വിളിച്ചിട്ട് അവൻ പറഞ്ഞു, എടാ വണ്ടം കുത്തിയതാന്ന് പറഞ്ഞു. വണ്ടം കുത്തി എന്ന് പറഞ്ഞപ്പോൾ എനിക്കും ചിരി വന്ന്. വണ്ടിയെ വണ്ടം കുത്താനോ? മനുഷ്യനെയൊക്കെ വണ്ടം കുത്തി എന്ന് കേട്ടിട്ടുണ്ട്. വണ്ടിയെ വണ്ടം കുത്തി എന്ന് പറഞ്ഞപ്പോഴത്തേന് ഞാൻ അത്ഭുതപ്പെട്ടു പോയി. അപ്പോൾ വണ്ടം കുത്തിയ കഥ ഞാൻ പറയാം. എന്നാ വാ. അപ്പോൾ ഫ്രണ്ട്സ്, വണ്ടം കുത്തിയ കഥ. അപ്പോൾ വണ്ടം കുത്തിയ കഥയെന്ന് പറയുമ്പം രണ്ടാമത് ഞാൻ വീണ്ടും വണ്ടി സ്റ്റാർട്ട് ചെയ്തെന്ന് പറഞ്ഞായിരുന്നല്ലോ. അപ്പോൾ രണ്ടാമത് വണ്ടി സ്റ്റാർട്ട് ചെയ്തപ്പം അപ്പോൾ എന്നോട് കൂട്ടുകാരൻ പറഞ്ഞായിരുന്നു, എടാ വണ്ടി ഒന്ന് സ്റ്റാർട്ട് ചെയ്ത് അടിയിലൊന്ന് നോക്കാൻ പറഞ്ഞു. അപ്പോൾ ഞാൻ വണ്ടി സ്റ്റാർട്ട് ചെയ്തപ്പോൾ അടിയിൽ നോക്കിയപ്പോൾ പെട്രോൾ ടാങ്കിൻ്റെ അവിടെ നിന്നാണ് പെട്രോൾ വരുന്നത്. അപ്പോൾ ഞാൻ അച്ഛനോട് പറഞ്ഞു, അച്ഛാ ഉള്ളിലോട്ടൊന്ന് കയറി ഒന്ന് സൂക്ഷിച്ച് നോക്കാൻ പറഞ്ഞു. അങ്ങനെ ഞാൻ വണ്ടി സ്റ്റാർട്ട് ചെയ്തു. അച്ഛൻ നോക്കിയപ്പോൾ പറഞ്ഞു, വണ്ടി ഓഫ് ചെയ്യ്, നല്ലോണം പെട്രോൾ വരുന്നെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ വണ്ടി ഓഫ് ചെയ്തു. അപ്പോൾ ഓഫ് ചെയ്തിട്ട് ഞാൻ അവനെ വിളിച്ചിട്ട് പറഞ്ഞു, എടാ പെട്രോൾ ടാങ്കിൻ്റെ അവിടെ നിന്നാണ് പെട്രോൾ വരുന്നത്. അന്നേരം അതിന് മുമ്പേ പറഞ്ഞ് വണ്ടം കുത്തിയാന്ന് പറഞ്ഞു. എടാ അപ്പോൾ എന്നോട് പറഞ്ഞു, എടാ പെട്രോൾ ടാങ്കിൻ്റെ അവിടുത്തെ പൈപ്പിന് വണ്ടം കുത്തിയതാ, ഞാൻ വരട്ടെ, ഞാൻ വന്ന് കഴിഞ്ഞിട്ട് റെഡിയാക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ ഒരു 10-15 മിനിറ്റ് കഴിഞ്ഞപ്പോൾ അവൻ വന്നു. അവൻ വന്നു കഴിഞ്ഞിട്ട് വണ്ടി ജാക്കിയിൽ പൊക്കി ഒരു 2-3 സ്ക്രൂ അഴിച്ചു. അവിടെ ഒരു കവറുണ്ടായിരുന്നു. അപ്പോൾ ഈ പെട്രോൾ ടാങ്കിൽ നിന്ന് വരുന്ന പൈപ്പ് ഉള്ളിലെങ്ങാണ്ടാ. ആ കവർ അഴിച്ചു. ഈ പൈപ്പ് എടുത്ത് എൻ്റെ കയ്യിൽ തന്നു. തന്നപ്പോൾ എന്തുവാ, ആണ്ടെ ഇത് കണ്ടോ, നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടോ? സൂചി പോലെ കിഴിച്ച് ഉള്ളിൽ പോയേക്കുക. കറക്റ്റ് ഒരു സൂചി പോലത്തെ ഹോള് മാത്രമേ ഉള്ളൂ ഇതിന്. കിഴിച്ച് തന്നെ ഉള്ളിൽ പോയി. ഈച്ച എന്തുവാ പോയി പെട്രോളും കുടിച്ചു, അത് അവിടെ നിന്ന് അങ്ങ് ചത്തുപോയി. ഇത് തിരിച്ചു വരത്തില്ല. പെട്രോൾ കുടിച്ച് അന്നേരം അത് ചത്തുപോകും. അതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത. ഞാൻ സത്യം പറഞ്ഞാൽ കൊണ്ട് ഈ വീഡിയോ ചെയ്യാനുള്ള കാരണം എന്ന് പറഞ്ഞാൽ, എനിക്ക് 10-19 വയസ്സായി. ഇത്രയും കാലത്തിൽ ആദ്യമായിട്ടാണ് ഈച്ച കുത്തിയ ഒരു കഥ ഞാൻ കേൾക്കുന്നത്. വണ്ടിയിൽ ഈച്ച കുത്തി പെട്രോൾ ടാങ്ക് കിഴിച്ചെന്ന് പറയുന്നത് ഞാൻ ആദ്യമായിട്ട് കേൾക്കുക. മറ്റുള്ളവർക്കൊക്കെ അനുഭവങ്ങൾ ഉണ്ടായി കാണും. അപ്പോൾ ഞാനിത് പറയാനുള്ള കാരണം എന്ന് പറയുന്നത്, നമ്മുടെ വീടുകളിൽ ചിലപ്പം മക്കൾ ഗൾഫിലൊക്കെ ഉള്ള അപ്പച്ചന്മാരും അച്ഛന്മാരും ഒക്കെ വീട്ടിലുണ്ട്. വണ്ടിയൊക്കെ മേടിച്ച് ഇട്ടിട്ടുണ്ടാവാം. അപ്പോൾ അവരൊക്കെ ഗൾഫിലായിരിക്കും. അപ്പം അവർക്കും ഇതുപോലെ സംഭവിക്കാം വീടുകളിൽ. ഇതുപോലെ ഈച്ച വന്ന് കുത്തും. പെട്രോള് ഇങ്ങനെ പോകും. സ്റ്റാർട്ട് ചെയ്യുമ്പം പെട്രോൾ പോകും. ചിലവർ ശ്രദ്ധിക്കത്തില്ല. എന്താ കുഴപ്പം എന്താന്ന് പറഞ്ഞ് വണ്ടി സ്റ്റാർട്ട് ചെയ്ത് നേരെ വർക്ക്ഷോപ്പിലോട്ട് ആയിരിക്കും പോകുന്നത്. അവർക്ക് ഇതിനെക്കുറിച്ച് അറിയത്തില്ലായിരിക്കും. ടാങ്കിൻ്റെ അവിടെ നിന്നാണോ വരുന്നതെന്നൊന്നും അറിയത്തില്ലായിരിക്കും. പക്ഷെ ഒരു കാരണവശാലും വണ്ടി സ്റ്റാർട്ട് ചെയ്യുമ്പോൾ പെട്രോളിൻ്റെ മണം ഉണ്ടെന്നുണ്ടെങ്കിൽ ഒന്നീ ടാങ്കിൻ്റെ അവിടെ നോക്കുക, അല്ലെങ്കിൽ ബോണറ്റ് തുറന്ന് നോക്കുക. എഞ്ചിൻ്റെ ഉള്ളിലെല്ലാം ഒന്ന് നോക്കിയതിന് ശേഷം മാത്രമേ വണ്ടി കൊണ്ടുപോകാവൂ. അതുപോലെ ഇതുപോലെ പെട്രോള് ടാങ്കിൻ്റെ അവിടുന്ന് പോവുകയാണെങ്കിൽ വണ്ടി സ്റ്റോപ്പ് ചെയ്യുക. എന്തെങ്കിലും ഒരു 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 ചെറിയൊരു സ്പാർക്ക് സംഭവിച്ചു കഴിഞ്ഞാൽ വണ്ടി വരെ കത്തിപ്പോകും. നമ്മുടെ വീട് വരെ കത്തിപ്പോകും. അപ്പോൾ അതുകൊണ്ട് മാക്സിമം വണ്ടി ഓഫ് ചെയ്യുക. ഒരു വർക്ക്ഷോപ്പിൽ നിന്ന് ഒരു മെക്കാനിക്കിനെ കൊണ്ടുവന്ന് അത് നോക്കി കൺഫേം ആക്കിയതിന് ശേഷം മാത്രമേ വണ്ടി കൊണ്ടുപോകാവൂ. അല്ലാതെ നിങ്ങൾ വണ്ടി ഓടിച്ചുകൊണ്ട് പോകരുത്. ഇച്ചിരി പോയാൽ മതിയല്ലോ, അവിടെ ചെല്ലുമ്പോൾ വണ്ടി ശരിയാവുമെന്നും പറഞ്ഞ് ഒരു കാരണവശാലും വണ്ടി ഓടിച്ചുകൊണ്ട് പോകരുത്. പെട്രോളിൻ്റെ മണം വന്നു കഴിഞ്ഞാൽ എവിടെയോ ലീക്കുണ്ട്, ഈച്ച കുത്തി സംഭവം ഇതാക്കിയിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഈച്ചയൊന്നും കുത്താതെ നോക്കുക. ഇതിൻ്റെ പിന്നെ എന്താ ഈച്ച വരാതിരിക്കാനുള്ള സംഭവം എന്താണെന്ന് എനിക്കറിയത്തില്ല. അതിനെക്കുറിച്ച് അറിയാവുന്നവർ കമൻറ്റ് ചെയ്യുക. അതുപോലെ എലിശല്യവും ഉണ്ട് കേട്ടോ. അതുപോലെ കഴിഞ്ഞ ദിവസം എനിക്കൊരു എലിശല്യം ഇങ്ങനെ സംഭവിച്ചു.
വണ്ടിയുടെ അകത്തൂടെ എലി കയറിയിട്ട് വണ്ടി AC ഫിൽറ്ററിൻ്റെ മണ്ടയിൽ വന്ന് എലി ഇരിക്കുക. AC ഒന്ന് ഇട്ടപ്പോഴത്തേനും ഭയങ്കരമായ സ്മെല്ല്, എലിയുടെ ഭയങ്കര സ്മെല്ല്, ഭയങ്കര ഭയങ്കര നാറ്റം. എന്തുവാന്ന് അറിയത്തില്ല, ആ എലിയുടെ നാറ്റമെന്ന് എനിക്ക് മനസ്സിലായി. അങ്ങനെ അതും എൻ്റെ ഒരു കൂട്ടുകാരനെ ഇങ്ങനെ വിളിച്ചു. ആ കൂട്ടുകാരൻ പറഞ്ഞു, എടാ നീ ഫിൽറ്റർ ഒന്ന് തുറന്നു നോക്കാൻ പറഞ്ഞു ACയുടെ. അങ്ങനെ ACയുടെ ഫിൽറ്റർ തുറന്നു നോക്കിയപ്പം ACയുടെ മുകളിൽ എലി ഇങ്ങനെ സുഖമായിട്ട് ഇരുന്ന് അവിടെ എല്ലാം കാഷ്ടിച്ച് അതിൻ്റെ സ്മെല്ലും എല്ലാം കൂടെ ആകെപ്പാട്. ഫിൽറ്റർ ഊരിയെടുത്തപ്പോൾ അതിനകത്ത് കാഷ്ടവും അതും ഇതെല്ലാം ഉണ്ട്. ആ ഫിൽറ്റർ എടുത്ത് കളഞ്ഞു. ഇത് എഞ്ചിൻ്റെ ആ സൈഡിൽ കൂടെ കയറി ഫിൽറ്ററിനകത്ത് വന്ന് അവിടെ ഇരിക്കുക. പക്ഷേ ഇപ്പോൾ എന്തോ ഒരു മാർഗ്ഗമുണ്ട്. അവിടെ കണ്ട് നെറ്റ് അടിക്കുന്ന ഒരു സംഭവമുണ്ട് എന്ന് പറയുന്നു. ഞാനും ചെയ്തില്ല, ചെയ്യണം. അപ്പോൾ ഞാൻ ആ നെറ്റ് അടിച്ച് കഴിഞ്ഞുള്ള വീഡിയോയും കൂടെ അതെങ്ങനെയാണുള്ള സംഭവം കൂടെ ഞാൻ വീഡിയോ ചെയ്യുന്നുണ്ട്. അങ്ങനെ അബദ്ധം പറ്റുന്നുണ്ട്. അപ്പം വയറും എല്ലാം കട്ട് ചെയ്ത് വന്നു. എന്നോട് ഒരാൾ പറഞ്ഞു തന്നു, പൊയില കെട്ടിയിട്ടാൽ, നമ്മൾ മുറുക്കുന്ന പൊയില കെട്ടിയിട്ട് കഴിഞ്ഞാൽ ഈ ചോട്ടെ നമ്മുടെ ഈ എലി വരത്തില്ലെന്ന് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് ഞാൻ 2 പൊയില മേടിച്ച് കെട്ടിയിട്ടുണ്ട്. ഇതുവരെ എലിയൊന്നും കയറിയിട്ടില്ല. എന്തായാലും ഒന്ന് പരീക്ഷിച്ച് നോക്കാം. ഫിൽറ്റർ ഇതുവരെ വെച്ചില്ല, ഫിൽറ്ററും വെക്കണം. അപ്പം നമ്മുടെ പൈപ്പിൻ്റെ കഥ ഇതാണ്. അപ്പം ഇത് എത്ര പേർക്ക് പിന്നെ പ്രയോജനപ്പെടുമെന്ന് അറിയത്തില്ല. എന്തായാലും ആർക്കെങ്കിലുമൊക്കെ ഇങ്ങനെ ഉള്ള അനുഭവം ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യുക. ഞാനിങ്ങനെ ഈച്ച കുത്തിയ കഥയൊന്നും വീഡിയോ കണ്ടിട്ടില്ല. അപ്പം ഒരു വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ മറ്റൊരു വീഡിയോയിൽ കാണാം. ഓക്കെ, ബൈ, സീ യു.